ഹായ് ഡിയർ ഫ്രണ്ട്സ്, നാടൻ റെസിപ്പീസ് ഒന്നുമില്ലേ എന്ന് ചോദിച്ചവർക്കായിട്ട് ഇന്നൊരു നാടൻ റെസിപ്പിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതുപോലെ കോവയ്ക്ക മെഴുക്കുപുരട്ടി ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലരൊക്കെ കോവയ്ക്ക ഉപ്പിലൊക്കെ പറ്റിച്ചിട്ടാണല്ലോ കോവയ്ക്ക ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നല്ല സൂപ്പർ കോവയ്ക്ക ഫ്രൈ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ കുക്കിങ്ങിലൊക്കെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഒന്ന് ഉപകരിക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് അപ്ലോഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാനായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഈ കോവയ്ക്കയുടെ ജന്മദേശം ഇന്ത്യയാണ്. അപ്പോൾ നമുക്ക് ഈ മെഴുക്കുപുരട്ടി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കിയിട്ട് വന്നാലോ? അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയും ഒരു 6 വെളുത്തുള്ളിയും കൂടി ഒന്ന് അരിഞ്ഞിട്ടത് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്കിത് ചതച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് സഹായിക്കും. ഇനി നമുക്കിതിലേക്ക് ഒരു സവോള ചേർത്ത് കൊടുക്കാം. ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒരു മിനിറ്റോളം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. നീളത്തിലാണ് ഞാൻ കോവയ്ക്ക അരിഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഒരുപാട് മുക്കാത്ത കോവയ്ക്കാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് കിട്ടുന്നത്. ഈ ഒരു കനത്തിലാണ് ഞാനിത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. വട്ടത്തിൽ കട്ട് ചെയ്യുന്നവരുമുണ്ട്. ഒരുപാട് മൂത്ത ഒരുപാട് അങ്ങ് ചുമന്ന കോവയ്ക്ക ഉപയോഗിക്കാതിരിക്കുന്നതാണ് ബെറ്റർ. അത് ഉപയോഗിച്ചാൽ നമ്മുടെ കോവയ്ക്ക ഫ്രൈക്ക് ഒരു പുളി രസം ഉണ്ടാകും. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ കോവയ്ക്ക ഫ്രൈക്ക് നല്ലൊരു കളർ കിട്ടാനായിട്ട് സഹായിക്കും. ഇത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിൽ 2-3 പച്ചമുളക് കീറിയിട്ടാലും മതിയാകും. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരുപാടങ്ങ് വെന്തു പോകരുത്. ഒരുപാടങ്ങ് വെന്തു പോയാൽ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് മുറിഞ്ഞു പോകും. അതുപോലെ തന്നെ അങ്ങ് കുഴഞ്ഞിരിക്കും. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആവിയിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. അത്ര നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ഒരു 80% വേവാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിക്കാം. ഇടയ്ക്കൊക്കെ ഈ അടപ്പൊന്ന് തുറന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ കോവയ്ക്ക ഇവിടെ വെന്തു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങ് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ 1 ടേബിൾ സ്പൂണോടെ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് ഇതൊന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഈ സ്വന്തം കോവയ്ക്കയ്ക്ക് ഒരുപാട് പോഷക ഗുണങ്ങളുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. ഇതിൻ്റെ ഇലയും വേരും തണ്ടും അതുപോലെ തന്നെ കോവയ്ക്കും ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് നിർത്താൻ കോവയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കോവയ്ക്ക നമ്മുടെ ആഹാരത്തിൻ്റെ ഒരു ഭാഗമാക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. നമ്മുടെ കോവയ്ക്ക മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണെങ്കിൽ ഇതിന് ഒരുപാട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരേപോലെ എല്ലാ പ്രാവശ്യവും ട്രൈ ചെയ്ത് നോക്കുന്നവർ ഇതുപോലെ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കുക. വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. ഒരുപാട് മൂപ്പിക്കേണ്ടവർ നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. ഇപ്പം ഞാനിത് ഫ്ലെയിം ഓഫാക്കി സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പം നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും വേറെ റെസിപ്പിയുമായിട്ട് നമുക്ക് പിന്നെയും കാണാം. അങ്ങനെ നമ്മുടെ നാടൻ കോവയ്ക്ക മെഴുക്കുപുരട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഇത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയുമായി കാണും വരെ ബൈ.